നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മുകേഷിന്റെ രാജിയിൽ CPIM സെക്രട്ടേറിയറ്റിനും മൗനം. ജാമ്യ ഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണമെന്ന് അനിൽ അക്കര. മൊഴി നൽകിയെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പരാതിക്കാരി. രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം. കോൺഗ്രസ് MLA-മാർ രാജിവെച്ചില്ലെന്ന വാദം ബാലിശമെന്ന് ബൃന്ദാക്കാരാൻ. രാജി ആവശ്യപ്പെട്ട ആനി രാജയെ വിമർശിച്ച ബിനോയ് വിശ്വം. അമ്മയ്ക്ക് പിന്നാലെ ഫെഫ്കയിലും രാജി. ആഷിഖ് രാജിവെച്ചു. ബി ഉണ്ണികൃഷ്ണന് രൂക്ഷ വിമർശനം. കാപട്യം നിറഞ്ഞ നേതൃത്വമെന്ന ആക്ഷേപം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ തേടി ദേശീയ വനിതാ കമ്മീഷൻ. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കൈമാറണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയിൽ ജയസൂര്യക്കെതിരെ കേസെടുത്തു. തൊടുപുഴയിലെ സെറ്റിൽ ലൈംഗിക അതിക്രമം കാട്ടിയെന്ന് FIR. വയനാട് ദുരന്തം നടന്നിട്ട് ഒരു മാസം. 78 പേരെ ഇനിയും കണ്ടെത്താൻ ബാക്കി. മേപ്പാടിയിലും കൽപ്പറ്റയിലും ടൗൺഷിപ്പിന് ആലോചന. അട്ടമലയിൽ വേണമെന്ന് പ്രദേശവാസികൾ. സംസ്ഥാനത്ത് പരക്കെ മഴ. 10 ജില്ലകളിൽ തീവ്രമഴ. മലപ്പുറത്ത് ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. ഭൂതത്താൻ ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. തൃക്കരിപ്പൂർ ഈയക്കാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ PV അൻവർ MLA. ADGP MR അജിത് കുമാർ പോലീസിൽ ക്രിമിനലുകളെ വളർത്തുന്നു. മലപ്പുറം SP-ക്കെതിരെ പരസ്യസമരം. SP ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് അൻവർ. SP ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യം. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പുതിയ ഇടയൻ. മാർ തോമസ് തറയിലിനെ ആർച്ച് ബിഷപ്പായി നിയമിച്ചു. മാർ പ്രിൻസ് ആന്റണി പാനങ്ങാടൻ ശംഷാബാദ് രൂപത ബിഷപ്പ്. നാദാപുരത്ത് KSRTC-യും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ചാത്തന്നൂര് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി മറിഞ്ഞു. ഹരിപ്പാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കടയിലേക്ക് ഇടിച്ചു കയറി. മറ്റു വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് പ്രേക്ഷകർ കണ്ട അപകട ദൃശ്യത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. ആലപ്പുഴ ഹരിപ്പാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കടയിലേക്ക് ഇടിച്ചു കയറി ആയിരുന്നു അപകടം ഉണ്ടായത്. ഹരിപ്പാട് ഫിദാടെക്സ് ടെക്സ്റ്റൈൽസിനുള്ളിലേക്കാണ് സ്കൂട്ടർ ഇടിച്ചു കയറിയത്. സ്കൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന കുട്ടി ആക്സിലേറ്ററിൽ കൈവച്ചതാണ് അപകടത്തിന്റെ കാരണം. സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ഭാര്യ കടയിലേക്ക് കയറുന്നതിന് ഇടെ ആയിരുന്നു അപകടം ഉണ്ടായത്. പരിക്കേറ്റ യുവതിയെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ആലപ്പുഴയിലെ ഹരിപ്പാടാണ് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കടയിലേക്ക് ഇടിച്ചു കയറിയത്. ഹരിപ്പാട് ഫിദ ടെക്സ്റ്റൈൽസിന് ഉള്ളിലേക്കായിരുന്നു സ്കൂട്ടർ ഇടിച്ചു കയറിയത്. വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കടയുടെ മുന്നിൽ സാധാരണ ഉള്ളതുപോലുള്ള ഗ്ലാസ് ഡോർ ആയിരുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കുമായിരുന്നു. മാത്രവുമല്ല, അപകടം നടന്ന് ഈ സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞത് അവിടെ അടുക്കി വെച്ചിരുന്ന തുണിക്കെട്ടിലേക്കാണ് എന്നതുകൊണ്ടും കാര്യമായ പരിക്ക് ഉണ്ടായില്ല. സ്കൂട്ടറിന്റെ മുന്നിലിരുന്ന കുട്ടി ആക്സിലേറ്ററിൽ കൈവച്ചതാണ് ഈ അപകടത്തിന്റെ കാരണം. സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയ ഭാര്യ കടയിലേക്ക് കയറുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് പരിക്കുണ്ടായത്, അപകടമുണ്ടായത്. ഈ അപകടത്തിൽ പരിക്കേറ്റ ഹരിപ്പാട് സ്വദേശിനിയെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണിത്. മറ്റു വാർത്തകളിലേക്ക്. ബലാത്സംഗ കുറ്റം ചുമത്തിയ കൊല്ലം MLA M മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം ഏറുന്നതിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. കേസുകളിൽ പ്രതികളായ കോൺഗ്രസ് MLAമാർ രാജിവെച്ചിട്ടില്ല എന്ന വാദം CPIM നേതാക്കൾ ഉയർത്തുന്നുണ്ട് എങ്കിലും പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് നിലപാട് തള്ളി രംഗത്തു വന്നിട്ടുണ്ട്. ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണം എന്നാണ് CPIയുടെയും നിലപാട്. എന്നാൽ രാജി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തു വന്ന ആനി രാജയെ ബിനോയ് വിശ്വം തള്ളി. രണ്ട് കാഴ്ചപ്പാട് CPIക്കില്ല. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയുന്നത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. നിങ്ങളെ എഴുതാപ്പുറം വായിക്കുന്നതിനാണ് എഴുതാപ്പുറം വായിക്കുന്നതിന് ആനി രാജ NFIW നേതാവാണ്. ഒരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയുന്നത് കേരളത്തിലെ പാർട്ടിയാണ്. എല്ലാ പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ്. ഇന്ന് അതിനകത്തേതെങ്കിലും മാറ്റമുണ്ടോ ആളുകളെ CPIയുടെ തെറ്റാണ്. ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലപാടുള്ള പാർട്ടിയാണ് CPI. ഇത്തരം കാര്യങ്ങളിലൊക്കെ കാഴ്ചപ്പാടുണ്ട് LDF. ഇടതുപക്ഷം എന്നാൽ അതൊരു വെറും വാക്കല്ല. ആ ഇടതുപക്ഷത്തിന് എല്ലാത്തരം സാമൂഹിക പ്രശ്നങ്ങളും ആശയ പ്രശ്നങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട്. അത് LDFനുണ്ട്. ആ ഇടതുപക്ഷ മൂല്യങ്ങളെയും കാഴ്ചപ്പാടുകളെയും എത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് CPI, പ്രതിജ്ഞാബദ്ധമാണ് CPM. അതുകൊണ്ട് തന്നെ ഒരു CPI നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയതിന് തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് കരമന പോലീസ് കേസെടുത്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, പുതിയ കേസ് കൂടിയാണോ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, ഇപ്പോൾ പ്രധാനമായും മുകേഷിന്റെ കാര്യത്തിലാണ് ഒരു രാഷ്ട്രീയ തീരുമാനം വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. AK സെന്ററിൽ ഇപ്പോഴും യോഗം തുടരുകയാണ്. ഉച്ചവരെയുള്ള ചർച്ചയിൽ മുകേഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും പാർട്ടി സംസ്ഥാന നേതൃത്വം ഇതുവരെയും മുകേഷിനെ തള്ളിപ്പറയുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസവും EP ജയരാജൻ പറഞ്ഞത് മുകേഷിന്റെ രാജിയെക്കുറിച്ചല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. ഹേമ കമ്മിറ്റി പോലൊരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ രാജ്യത്ത് തന്നെ കേരളത്തിലെ സർക്കാരാണ് ധീരമായ ഒരു നിലപാട് കൈക്കൊണ്ടത്. അതിനെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയുമാണ് വേണ്ടത്. രാജി ആവശ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാജിവെക്കുമോ എന്ന ചോദ്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ 2 MLAമാരുണ്ടായിരുന്നു, അവർ രാജിവെച്ചോ, അങ്ങനെ 2 രാജി ഉണ്ടായെങ്കിൽ മൂന്നാമതൊരു രാജിയായി ഇതും ഉണ്ടാകുമെന്നാണ്. അതായത് എൽദോസ് കുന്നപ്പള്ളിലും M വിൻസെന്റും രാജിവെച്ചില്ലല്ലോ എന്നൊരു ചോദ്യമാണ് EP ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ മുകേഷിനെ സംരക്ഷിക്കുന്നില്ല. സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന ആവശ്യം. അതോടൊപ്പം CPIയുടെ നിലപാടും ഇതിൽ ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ ആനി രാജയും പ്രകാശ് ബാബുവും മുകേഷ് രാജിവെക്കുന്നതാണ് ഉചിതമെന്ന നിലപാട് പരസ്യമായി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം CPIയുടെ യോഗം ഓൺലൈനായി ചേർന്നു. അതിൽ ബഹുഭൂരിപക്ഷം നേതാക്കളും മുകേഷിന്റെ രാജി എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അതേസമയം ബിനോയ് വിശ്വം പറഞ്ഞതാകട്ടെ കൂടുതൽ ചർച്ച എന്ന നിലയ്ക്കാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. അദ്ദേഹവും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരങ്ങളും പുറത്തു വന്നു. ഈ രാജി ആവശ്യം തന്നെയാണ് പൊതുവികാരം
പങ്കുവച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഇപ്പോൾ കൊല്ലത്തൊരു തിരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനോട് CPM-ന് യോജിപ്പില്ല. അതോടൊപ്പം തന്നെ സിദ്ദിഖിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 164 രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴി പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിച്ചാൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ക്രൂരമായ ബലാത്സംഗം എന്ന നിലയ്ക്കാണ് അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ജയസൂര്യയുടെ പേര് വെളിപ്പെടുത്തി തിരുവനന്തപുരത്തെ ചലച്ചിത്ര താരവും ഇന്ന് രംഗത്തെത്തിയിരുന്നു. ജയസൂര്യക്കെതിരെ 2 കേസുകളാണ്. ഈ 2 കേസുകളും തിരുവനന്തപുരത്താണ് രജിസ്റ്റർ ചെയ്തതെന്ന പ്രത്യേകതയുമുണ്ട്. ഒരു കേസ് കരമന പോലീസ് സ്റ്റേഷനിലാണ്, അത് തൊടുപുഴയിലേക്ക് മാറ്റും. മറ്റൊന്ന് സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അപമര്യാദയായി പെരുമാറിയെന്ന കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയാണ്. അതിൽ കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ കടുത്ത വകുപ്പുകൾ ഇട്ട് തന്നെയാണ് ഇപ്പോൾ നടപടിയുമായി പ്രത്യേക അന്വേഷണ സംഘവും പോലീസും മുന്നോട്ട് പോകുന്നത്. അഭിലാഷ്. റൈറ്റ്. എന്തായാലും പോലീസ് സംഘം കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം CPIM-ന്റെ തീരുമാനം ഈ വിഷയത്തിൽ എന്ത് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ കൃത്യമായൊരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. പാർട്ടി ഇപ്പോഴും മുകേഷിനെ പിന്തുണയ്ക്കുന്ന സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി. പ്രത്യേകിച്ച് വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ ആയിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടന്നത്. രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്ത് MLA-യുടെ ഓഫീസിന് മുന്നിലും പ്രതിഷേധം നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിയായ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സർക്കാരിൽ വിശ്വാസമുണ്ട് എന്നും പരാതിക്കാരി പറഞ്ഞു. പരാതിയിൽ ഇപ്പോഴും അതേപോലെ ഒരു മാറ്റമില്ല, ഉറച്ചു തന്നെ നിൽക്കുകയാണ്. രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആർജവം എനിക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന ഏതെങ്കിലും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് വന്നാൽ അവരേത് പ്രമുഖനായാലും അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്നൊരു ആർജവത്തിലാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് ഞാൻ ഈ പരാതിയുമായി ഞാൻ ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കേസിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയോട് നന്ദി പറയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഊർജ്ജസ്വലരായ ഈ അംഗങ്ങളെ ഏർപ്പാടാക്കിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. മുകേഷിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര രംഗത്തു വന്നു. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിൽ ഇന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് മുകേഷ് അഭിഭാഷകനുമായി നടത്തിയത്. അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജിയോ പോളിന്റെ വസതിയിൽ വെച്ചായിരുന്നു, വടവുകോടുള്ള വസതിയിൽ വെച്ചായിരുന്നു ചർച്ച നടത്തിയത്. പ്രധാനമായും തന്നെയും ഇത് വരുന്ന ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുകയാണ്. 5 ദിവസത്തെ ഒരു സാവകാശമാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അതിൽ എന്താണ് ഇനി പറയുവാനുള്ളത്? കാരണം മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് മുകേഷിന്റെ ഒരു തീരുമാനം, അഭിഭാഷകരടക്കമുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എന്ത് കാര്യങ്ങളാണ് കോടതിയിൽ ഇനി ബോധിപ്പിക്കാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ അതിനൊരു തിരിച്ചടി നേരിടുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി മുകേഷ് MLA കൂടിയാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാമാണ് നടത്തുന്നത്. ഓരോ ദിവസവും അത് കൂടുതൽ കരുത്താർജിക്കുകയാണ്, അത്തരമൊരു ആവശ്യം കരുത്താർജിക്കുകയാണ്.
ാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുകേഷ് ഉള്ളത്. അപ്പോൾ കോടതിയിൽ നിന്നുള്ള ഏത് നിരീക്ഷണവും മുകേഷിനെ തിരിച്ചടിയാവും. മുകേഷിന് ആ രീതിയിലുള്ള കോടതി എതിരായിട്ട് പറയുകയാണെങ്കിൽ, അത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വലിയ രീതിയിൽ അതൊരു തിരിച്ചടിയിലേക്ക് വരും. മുൻകൂർ ജാമ്യമടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇതെല്ലാം പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് ഇനി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്? അത് കോടതിയിലായാലും കോടതിക്ക് പുറത്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം നിയമവൃത്തങ്ങളുമായി അത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ പ്രതികൂലമാകുമെങ്കിൽ ആ രീതിയിൽ തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുകേഷ് ഇന്ന് കൊച്ചിയിലേക്ക് എത്തുകയും അഭിഭാഷകനുമായി ഏതാണ്ട് 1 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. മുകേഷ് തുടക്കത്തിൽ പറയുന്നത് പോലെ തനിക്ക് ഇത്തരം ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചിലത് പറയാനുണ്ട്. ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കം തനിക്ക് കൈമാറാൻ കഴിയും. തന്റെ ഭാഗം നീതീകരിക്കുന്നതിന് വേണ്ടി, തന്റെ ഭാഗം വ്യക്തമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ചില കാര്യങ്ങൾ തന്റെ കൈകളിലുണ്ട്. അത് കൈമാറാനായിട്ട് സാധിക്കുമെന്ന് മുകേഷ് നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അഭിഭാഷകനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ആ രീതിയിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തും. കോടതിയിൽ കൂടുതൽ മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന്റെ നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രതിഷേധങ്ങൾ കനക്കുന്ന സാഹചര്യത്തിൽ പോലീസ് അകമ്പടിയോടുകൂടിയാണ് മുകേഷ് കൊച്ചിയിലേക്ക് എത്തിയത്, തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത്. മുകേഷ് അതിനുശേഷം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയും ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മുകേഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ ഇതാണ് എങ്കിൽ രഹസ്യമൊഴി നൽകിയ നടി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ ആ നടിയുടെ പ്രതികരണമടക്കം നമ്മൾ കേട്ടതുമാണ്. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, കൃത്യമായി രേഖകൾ അടക്കം നൽകിയെന്നാണ് നടി പറയുന്നത്. നേരത്തെ തന്നെ നടി പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതാണ്. അതൊക്കെ കേസായി നിൽക്കുമോ? നിയമപരമായ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്ന സംശയം നിയമവിദഗ്ധർ തന്നെ നൽകുന്നുണ്ട്. പക്ഷേ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമ സംവിധാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അങ്ങനെ പോകാൻ പറ്റും എന്ന് തന്നെയാണോ നടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്? അഭിലാഷ്, എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ്, രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് നടി മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. പരാതി, അതായത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി നൽകിയ ധൈര്യമാണ് ഇത്. പരാതിപ്പെടാനുള്ള ആർജവം, തനിക്ക് ലഭിച്ച ആർജവം, അതായത് അപമാനിതരായ ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ അവർ സധൈര്യം മുന്നോട്ട് വന്നാൽ അവരോടൊപ്പം സർക്കാർ നിലകൊള്ളുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പ്രഖ്യാപനമാണ് തനിക്ക് ആർജവമുണ്ടായത്, തനിക്ക് ധൈര്യമുണ്ടായത് ഈ കാര്യവുമായി മുന്നോട്ട് വരാൻ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പരാതിപ്പെട്ടാൽ അതിന് ഫലമുണ്ടാകും, അതല്ലെങ്കിൽ തനിക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് മജിസ്ട്രേറ്റിന് മുൻപാകെ തെളിവുകൾ സഹിതം പരാതി പറഞ്ഞിട്ടുണ്ട്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ദൈവം സാക്ഷിയാക്കിയാണ് പരാതി പറഞ്ഞത്, ആ തരത്തിലാണ് പരാതി പറഞ്ഞത് എന്നാണ് നടി നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും വൈകുന്നേരം 3:30 കൂടിയാണ് ഇവർ മൊഴി നൽകാൻ വേണ്ടി 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരായത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം അത് നീണ്ടു എന്നുള്ളതാണ്. അതിനു മുൻപ് തന്നെ ഇന്നലെ SIT അംഗങ്ങളായിരുന്ന അജിത ബീഗവും അതുപോലെ തന്നെ പൂങ്കുഴലി SP-യും ചേർന്ന് മൊഴിയെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ചേർത്തല DYSP ബെന്നിയെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ KV ബെന്നി അദ്ദേഹം കൂടി ഇന്ന് മൊഴിയെടുപ്പ് നടത്തുകയുണ്ടായി. ഇന്ന് ഈ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാകുന്നതിന് തൊട്ടു മുൻപ്, അതായത് അവർ കോടതിയിലേക്ക് ഇറങ്ങുകയാണ് എന്ന് അറിയിച്ചതിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിലാണ് KV ബെന്നിയും പൂങ്കുഴലിയും ചേർന്നുള്ള സംഘം, പൂങ്കുഴലി അതിൽ സന്നിഹിതയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സംഘം വീണ്ടും മൊഴിയെടുപ്പ് നടത്തുന്നു. മൊഴിയിൽ വ്യക്തത വരാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ KV ബെന്നിയെ അന്വേഷണത്തിന് ചുമതല, ചേർത്തല DYSP ആണ് അദ്ദേഹം, അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് ഇന്നലെ വൈകുന്നേരമാണ്. അതിനുശേഷമുണ്ടായ നീക്കമാണ് ഇത്. എന്തായാലും നടി കൃത്യമായ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. രഹസ്യമൊഴി 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനിടെ അനിൽ അക്കരെ
എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം മുകേഷിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ ജഡ്ജാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് CPM ബന്ധമുണ്ട്. തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ മകളാണ്. മാത്രമല്ല CPMനെ പ്രതിനിധീകരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ CPMന് അനുകൂലമായിട്ടുള്ള, പ്രത്യേകിച്ചും മുകേഷിന് 5 ദിവസത്തേക്ക് അറസ്റ്റ് നീട്ടിക്കൊടുത്ത, അതായത് ഈ 3-ാം തീയതി വരെ അറസ്റ്റ് നീട്ടിക്കൊടുത്ത സാഹചര്യത്തിലും ജഡ്ജിയുടെ ഇടപെടൽ വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഈ ജഡ്ജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നാണ് അനിലക്കരെ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതുകൊണ്ട് തന്നെ CPM അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ മുകേഷിന് അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നൊരു ആശങ്ക കൂടി ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനിലക്കരെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. അമ്മയ്ക്ക് പിന്നാലെ ഫെഫ്കയിലും പൊട്ടിത്തെറി. സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. തൊഴിലാളി വിഷയങ്ങളിൽ ഫെഫ്ക കൈക്കൊള്ളുന്നത് കുറ്റകരമായ മൗനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫെഫ്കയ്ക്കെതിരെ, ഫെഫ്കയുടെ നേതൃത്വത്തിനെതിരെ, ബി ഉണ്ണികൃഷ്ണന് നേർക്കെതിരെ തന്നെ നേരിട്ട് ആഷിഖ് അബു സംസാരിക്കുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ആയിരുന്നു അത്. അതിൽ കൃത്യമായൊരു നിലപാട് ഈ റിപ്പോർട്ടിന്റെ പുറത്ത് ഫെഫ്ക പറയാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? ഫെഫ്ക പലപ്പോഴും വളരെ നിഗൂഢമായ നിശബ്ദതയാണ് ഫെഫ്ക പുലർത്തുന്നതെന്ന് ആഷിഖ് അബു പറഞ്ഞിരുന്നു. ഒരു വ്യക്തതയുമില്ലാത്ത നിലപാടിലേക്ക് പോകുന്നു. പലപ്പോഴും നേരിട്ട് വാർത്താ സമ്മേളനങ്ങളിലൂടെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കേണ്ടതിന് പകരമായിട്ട് വാർത്താക്കുറിപ്പിറക്കി ഒളിഞ്ഞിരിക്കുകയാണ് ഫെഫ്ക ചെയ്യുന്നതെന്നടക്കമുള്ള ഒരു ആക്ഷേപങ്ങൾ പൊതുവിലും ശക്തമാവുന്ന സാഹചര്യത്തിലായിരുന്നു ആഷിഖ് അബു നേരിട്ട് തന്നെ ഫെഫ്ക നേതൃത്വത്തോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. അതിന് ഒരു പരിസമാപ്തി ആയിരിക്കുന്നു എന്നതാണ് ആഷിഖ് അബുവിന്റെ നിലപാടുകളുടെ കാര്യത്തിൽ. കാരണം നേരത്തെ പറഞ്ഞിരുന്നത് ഫെഫ്കയ്ക്ക് അകത്തു നിന്നുകൊണ്ട് താൻ ഇതിനെതിരെ പൊരുതുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ ആഷിഖ് അബു ആ പോരാട്ടം ഫെഫ്കയ്ക്കകത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഇനി ഇത്തരം ഒരു നിശബ്ദമായ നിലപാടുകളോടെ ഇനി സമരസപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു വ്യക്തതയുമില്ലാത്ത നിലപാടുകളാണ് ഫെഫ്ക പറയുന്നത്. അതിനോട് യോജിക്കാൻ കഴിയില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന, തൊഴിലാളി സംഘടനയായി തനിക്കിത് അനുഭവപ്പെടുന്നില്ല എന്നാണ് ആഷിഖ് അബു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാനില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം ഫെഫ്ക അംഗങ്ങൾക്ക് അയച്ച ഒരു കത്ത് എന്ന രീതിയിലാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും തന്റെ രാജി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഫെഫ്കയുടെ ഒരു ഔദ്യോഗിക നിലപാടെന്ന രീതിയിൽ ഇതുവരെയും അത് പുറത്തു വന്നിട്ടില്ല. തങ്ങൾക്ക് രാജിക്കത്ത് ലഭിച്ചിട്ടില്ല എന്ന രീതിയിലാണ് ഫെഫ്ക പറയുന്നത്. അതൊരു സാങ്കേതികത്വം മാത്രമായിരിക്കും. എന്തായാലും ആഷിഖ് അബു രാജിവെച്ചിരിക്കുന്നു എന്നതാണ്. ഇതിൽ അദ്ദേഹം തന്റെ ഒരു മുൻകാല അനുഭവങ്ങൾ കൂടി ഫെഫ്കയുടെ കുറിക്കുന്നുണ്ട്. ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ അവർ നടത്തിയ ഇടപെടലുകളിൽ കമ്മീഷൻ അടക്കം വാങ്ങിക്കുന്ന രീതിയിലേക്ക് ഫെഫ്ക മാറിയിരുന്നു. അതിൽ പലപ്പോഴും താൻ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് കമ്മിറ്റികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനോട് ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞ നാളുകളായി കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ഒരു സംഘടന എന്ന രീതിയിൽ ഒരു അകലം പാലിച്ചുകൊണ്ട് താൻ പോവുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതുകൂടി അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ആഷിഖ് അബു തന്റെ രാജിയിലൂടെ വ്യക്തമാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിൽ ഒന്നാകെ, മലയാള സിനിമാ മേഖലയിൽ ഒന്നാകെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഫെഫ്കയിൽ നിന്ന് ആഷിഖ് അബു രാജിവെച്ചിരിക്കുന്നത്. ഫെഫ്ക അംഗങ്ങൾക്കെതിരെ തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷം ആദ്യ രീതിയിൽ തന്നെ പരാതികൾ ഉയർന്ന രഞ്ജിത്തിനെതിരെയും അടക്കം പരാതികൾ ഉയരുമ്പോൾ അപ്പോഴും വ്യക്തമായൊരു നിലപാടിലേക്ക് ഫെഫ്ക എത്തിയിരുന്നില്ല. പിന്നീട് ഫെഫ്ക പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും പറയുന്നത് ഇവർക്കെതിരെയുള്ള പരാതികളിൽ അന്വേഷണം അത് പൂർത്തിയാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പരാമർശങ്ങൾ വരുമ്പോൾ മാത്രം നടപടിയെടുക്കാം എന്നതാണ് ഫെഫ്ക ചൂണ്ടിക്കാട്ടിച്ചത്. ഇത്തരം നിലപാടുകളെയും പൊതുവിൽ വിമർശിക്കപ്പെട്ടിരുന്നു. അതിനിടെയായിരുന്നു ആഷിഖ് അബു വിമർശനവുമായി മുന്നിൽ നിന്നത്. ഇപ്പോൾ അത് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഫെഫ്കയോട് സമരസപ്പെടാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി കൂടുതൽ നടികളും രംഗത്ത് വന്നതോടെ സിനിമാ സംഘടനകളിൽ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോപണ വിധേയരായ ആളുകളെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന പവർ ഗ്രൂപ്പ് CPIM-ൽ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുകേഷ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് CPM ആണ്. പാർട്ടിയുള്ളവർ മുകേഷിനെ എതിർത്തിട്ടും മുഖ്യമന്ത്രി അനങ്ങുന്നില്ല. മലയാള സിനിമ നാണക്കേടിലേക്ക് പോകുന്നതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ് എന്നും സതീശൻ വിമർശിച്ചു. ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് മുകേഷും CPM ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡയലൂട്ട് ചെയ്തെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ അതല്ല ഡയലൂട്ട് ചെയ്തത്.
മുകേഷ് തീരുമാനം എടുക്കില്ലല്ലോ രാജിവെക്കാൻ. അദ്ദേഹം സ്വയം തീരുമാനം എടുത്തില്ലല്ലോ. അപ്പൊ CPM ആണ് എടുക്കേണ്ടത്. CPM എടുക്കുന്നില്ല. ഇപ്പൊ CPM പ്രതിക്കൂട്ടിലായില്ലേ? CPMന്റെ ഓട് ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും പാർട്ടിയിലെ നേതാക്കളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അനങ്ങുന്നില്ല. CPM കേരളത്തിലെ നേതൃത്വം അനങ്ങുന്നില്ല. അവര് യഥാർത്ഥത്തിൽ ഈ ആരോപണ വിധേയനായ ആളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പരിഹാസ്യരായി നിൽക്കുന്ന രംഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM തീരുമാനം എടുക്കണം. CPM തീരുമാനം എടുക്കൂല. തീർച്ചയായിട്ടും ഇവരെ സംരക്ഷിക്കുന്ന വലിയൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം CPMൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന ഒരു പവർ ഗ്രൂപ്പ്. അതിലെ അവിടെ വൃന്ദാകാരാട്ടന് എന്ത് കാര്യം, അവിടെ ആനി രാജയ്ക്ക് എന്ത് കാര്യം, ബിനോയ് വിശ്വത്തിന് എന്ത് കാര്യം? അവർ ദുർബലരാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പവർ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. ഇടവേള. പോലീസിനെതിരെ PV അൻവർ MLAയുടെ പ്രതിഷേധം. SP ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം വേണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് MLA കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയ സംഭവത്തിൽ ADGP അജിത് കുമാർ ഷാജൻ സ്കറിയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും അൻവർ ആരോപിച്ചു. മലപ്പുറം SP ശശിധരനുമായിട്ടുള്ള PV അൻവർ MLAയുടെ പോര് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ SP-യുടെ ഔദ്യോഗിക വസതിയിലെത്തിയ PV അൻവർ MLAയെ അദ്ദേഹത്തെ പാറാവുകാരൻ ഉള്ളിലേക്ക് കടത്തിവിട്ടിരുന്നില്ല. SP-യുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നാരോപിച്ചായിരുന്നു PV അൻവർ അവിടെ എത്തി ഈ മരം മുറിച്ച മേഖല കാണണമെന്നാവശ്യപ്പെട്ടത്. നേരത്തെ ഈ ഔദ്യോഗിക വസതിയിൽ ഭീഷണിയായി ഉണ്ടായിരുന്ന തേക്ക്, മഹാഗണി അടക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. ഇതിൽ കാതലായ ഭാഗങ്ങൾ ലേലത്തിനെടുത്തവർ കാണാൻ കഴിഞ്ഞില്ലെന്നും അതിനു മുൻപ് തന്നെ ഈ മരത്തിന്റെ കാതലായ ഭാഗങ്ങൾ ഒളിച്ചു കടത്തിയെന്നുമാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത് സംബന്ധിച്ചുള്ള പരാതി മുൻപേ ഉയർന്നത് SP അന്വേഷിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നൊരു ആക്ഷേപമാണ് PV അൻവർ MLA ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ വയർലെസ് സന്ദേശങ്ങൾ മറുനാടൻ മലയാളിക്ക് ചോർത്തി കിട്ടിയതിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്നും അദ്ദേഹം ഇത്തരത്തിൽ സന്ദേശങ്ങൾ ചോർത്തി പണം വാങ്ങിയിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും MLAയെ കടത്തിവിടരുത്, അനുവാദം തന്നിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഈ കളവിന് കൂട്ടുനിൽക്കുകയാണ് മലപ്പുറം SP. കളവ് നടന്നു എന്നത് ക്രൈംബ്രാഞ്ച് കോടതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിൽ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. കാരണം ഒരു MLA നേരിട്ട് വന്നിട്ട് ആ മരത്തിന്റെ കുറ്റി പോലും കാണാൻ അനുവദിക്കാത്ത ഈ പോലീസ് നിലപാട് ഇനി അത് ആരന്വേഷിക്കണമെങ്കിലും അത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം എന്ന ആവശ്യമാണ് ഈ വിഷയത്തിൽ ഞാൻ ഉന്നയിക്കുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് അൻവറിന്റെ പ്രതിഷേധം അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഈ കൂടുതൽ ആക്ഷേപങ്ങളും വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുടെ പിന്തുണ ഉണ്ടോ എന്ന ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ നമുക്കറിയാം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് അൻവർ MLA SP-യെ അധിക്ഷേപിച്ചതും വിമർശിച്ചതും അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ വീണ്ടും വഷളാകുന്നത്. ഇതിൽ ഇനി ഔദ്യോഗികമായിട്ട് SP-യുടെ ഭാഗത്തുനിന്നും പ്രതികരണം വരേണ്ടതുണ്ട്. അതിന് അദ്ദേഹം തയ്യാറാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിലവിൽ താൻ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് മേൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഈ ഒരു പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുവാനും ഇത് സംബന്ധിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് പരാതിയുമായി മുന്നോട്ടു പോകാനും അൻവർ MLA തയ്യാറായേക്കും. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. സംസ്ഥാനത്ത് വ്യാപക മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഐഷുത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. ആ മഴയുടെ തീവ്രത കൂടും എന്നാണ് റിപ്പോർട്ട്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, തീർച്ചയായും സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി 4 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അറബിക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ബംഗാൾ
അവിടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. വരും ദിവസങ്ങളിലും, അതായത് 5 ദിവസം ശക്തമായി തന്നെ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അഭിലാഷ്, വളരെ ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ്. 10 ജില്ലകളിൽ ആണ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. മഴ ശക്തി പ്രാപിച്ചാൽ ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. MC റോഡിന് സമീപത്തെ ഇട റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പുലമൺ തോടിന് സമീപത്തുള്ള വീടുകൾക്ക് ചുറ്റിലും വെള്ളം കയറി. മലപ്പുറം പോരൂരിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. ടാപ്പിംഗ് തൊഴിലാളിയായ മഞ്ചേരിക്കുരിക്കൽ ഷാഹിദ് ആണ് ജോലി ചെയ്തിരുന്ന പാണ്ടിക്കാട് വള്ളുവങ്ങാട് തറിപ്പടിയിൽ വെച്ച് മിന്നലേറ്റ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. 45 വയസ്സായിരുന്നു. ശക്തമായ മഴയിൽ കാസർഗോഡ് തൃക്കരിപ്പൂർ ഈയക്കാട്ട് കിണർ തകർന്നു. ഈയക്കാട്ടെ VP ദേവിയുടെ കിണർ ആണ് തകർന്നത്. ഇന്നലെ രാത്രി 8:30 സംഭവം. വലിയ ശബ്ദത്തോടെ കിണർ മുഴുവനായും താഴ്ന്നു പോവുകയായിരുന്നു. രാത്രിയിൽ വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് കിണർ താഴ്ന്നു പോയത്. കല്ലും മണ്ണും നിറഞ്ഞ് കിണർ മൂടിയ നിലയിലാണ് ഇപ്പോൾ. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾ ദുരന്തം വിതച്ചിട്ട് ഇന്ന് 30 ദിവസം. ദുരന്തമുണ്ടായി 30 ദിവസം പിന്നിടുമ്പോഴും ഭീകരമായ കാഴ്ചകളാണ് എവിടെയും ശേഷിക്കുന്നത്. പേരിൽ മാത്രം പുഞ്ചിരി ഒതുക്കിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തിൽ നിന്ന് കണ്ണീർ കാഴ്ചകളുടെ നേർചിത്രങ്ങളുമായി ന്യൂസ് 18 വാർത്താസംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഉത്ഭവസ്ഥാനമായ വെള്ളാർമലയ്ക്ക് സമീപം പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്താണ്. ഈ നാടിന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഇപ്പോൾ പേരിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ബാക്കിയെല്ലാം കണ്ണീർ കാഴ്ചകളും കണ്ണീരോർമ്മകളുമാണ്. എനിക്ക് പിന്നിൽ അവിടെ കാണുന്ന ആ വീടുകൾക്ക് സമാനമായി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് 50ഓളം വീടുകൾ നിരനിരയായി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ദയനീയമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും ഇരുമ്പ് കമ്പികളും വീട്ടിലെ വീട്ടുപകരണങ്ങളും തകർന്നടിഞ്ഞു കിടക്കുന്ന സാഹചര്യം. വാഹനങ്ങളൊക്കെ കളിപ്പാട്ടങ്ങൾക്ക് സമാനമായി തകർന്ന് വലിയ പാറക്കല്ലുകൾക്കിടയിൽ കിടക്കുന്ന ദയനീയമായ കാഴ്ച എനിക്ക് ചുറ്റും കാണാൻ കഴിയും. ഇവിടെ നിന്ന് മുകളിലേക്ക് മുഴുവൻ ഇത് തന്നെയാണ് സാഹചര്യം. ഇത്ര വലിയൊരു മഹാദുരന്തത്തിന്റെ ഉത്ഭവം നടന്ന സ്ഥലം ഈ മഞ്ഞിന് അപ്പുറം, ആ മഞ്ഞ് മൂടിയിരിക്കുന്ന സ്ഥലത്തിനപ്പുറം വെള്ളാർമലയുടെ ചെറിയൊരു ഭാഗത്താണ്. വലിയ പച്ചപ്പിനിടയിലെ ചെറിയൊരു ഭാഗം. അവിടെ ഇങ്ങ് അടർന്നു പോന്നിട്ടാണോ ഇങ്ങനെ 2-3 നാട്, 2 ഗ്രാമങ്ങൾ ഒലിച്ച് ആ മണ്ണിൽ ചേർന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നത് ആർക്കും അങ്ങ് വിശ്വസിക്കാൻ പോലും കഴിയില്ല. ഇതുവഴി നേരത്തെയും ഈ ഇരുവഞ്ഞിപ്പുഴയുടെ ഒരു ഭാഗം ഒഴുകുന്നുണ്ടായിരുന്നു, വളരെ ശാന്തമായി. പക്ഷേ അതിനിങ്ങനെയൊരു രൗദ്രഭാവം കൈവരുമെന്നോ, ആ രൗദ്രഭാവത്തിൽ ഈ നാട് ഒന്നടങ്കം അഴുക്ക് ചാലിൽ മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്ന പോലെ കുത്തി ഒഴുകി പോകുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ആരും സങ്കല്പിച്ചിരുന്ന കാര്യമല്ല. പക്ഷേ 1 മാസം പിന്നിടുമ്പോഴും ആ ഭീകരമായ ദിനത്തിന്റെ കഴിഞ്ഞ മാസം 30-ാം തീയതി പുലർച്ചെ 1:46 സംഭവിച്ച ആ ഉരുൾപൊട്ടലിന്റെ മഹാദുരന്തത്തിന്റെ നടക്കുന്ന ഓർമ്മകളിൽ നിന്ന് ഈ നാടും അവശേഷിക്കുന്ന മനുഷ്യരും ഇപ്പോഴും മുക്തരായിട്ടില്ല. ഒരുപക്ഷെ വലിയ പ്രകൃതി രമണീയമായ, പ്രകൃതി ഭംഗി ആർജിച്ച ഹരിത വർണ്ണാഭമായ ഒരു സ്ഥലമായിരുന്നു ഈ പുഞ്ചിരിമട്ടം. ഇതിന് തൊട്ട് സമീപത്തായി ആ തേയിലത്തോട്ടങ്ങളും വനപ്രദേശങ്ങളും ഒക്കെയുണ്ട്. അതിന്റെ എല്ലാ മനോഹാരിതയും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും കഴിയുകയുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രകൃതി മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലത്തുകൂടി മാത്രം
ഉരുൾ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന ദയനീയമായി ഒരു പെൺകുട്ടി 3 ആഴ്ച മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യം അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു വേദനയായി, ഒരിക്കലും മറക്കാത്തൊരു വേദനയായി അവശേഷിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം സ്നേഹത്തോടെയായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ കഴിഞ്ഞിരുന്നത്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും സഹോദരങ്ങളെ പോലെയായിരുന്നു. അത്രയ്ക്ക് സ്നേഹത്തോടെ കഴിഞ്ഞ 29-ാം തീയതി രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യരാണ് പിന്നീട് ഒരിക്കലും ഉണരാത്ത തരത്തിലേക്ക് ഈ മഹാദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങളായി മാറിയതെന്ന് വിതുമ്പുന്ന ആ കണ്ണുകളുമായി എന്നോട് പറഞ്ഞ ആളുകൾ അവര് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. കാരണം ഇത് മുഴുവൻ വിജനമായി. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടി ജീവനിൽ കൊതിയുള്ള മനുഷ്യർ രക്ഷ തേടി ബന്ധുവീടുകളിലും സർക്കാർ ഒരുക്കിയ വാടക വീടുകളിലുമൊക്കെ അഭയം തേടിയിരിക്കുകയാണ്. ഈ നാടിനെ അതിന്റെ പഴയ മനോഹാരിതയിലേക്ക് ഇനി എങ്ങനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നതൊക്കെ വെറും സാങ്കല്പികമായ ചോദ്യം മാത്രമായി മാറും ഇപ്പോൾ. കാരണം അതിനെ അങ്ങനെ ഇനി തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. ഇപ്പോഴും വലിയ തരത്തിൽ മഴ തിമിർത്ത് പെയ്യുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ അവശേഷിക്കുന്ന ആളുകളുടെ തോട്ടം തൊഴിലാളികളിലേക്ക് ചങ്കിടിപ്പ് കൂടുകയാണ്. ഇനിയും പ്രകൃതി തങ്ങളോട് കലുഷിതമായ രീതിയിലുള്ള പെരുമാറ്റം തുടരുമോ? അതിന്റെ ബാക്കി പത്രമായി തങ്ങൾ മാറുമോ? ഈ വേദനയൊക്കെ ഉൾഭയം അവരുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ആ അവസ്ഥയിൽ തന്നെയാണ് പുഞ്ചിരിമട്ടവും ചൂരൽമലയും വെള്ളാർമലയും ഒക്കെയുള്ളത്. ക്യാമറമാൻ സുമേഷ് മോരാജിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. 3 മക്കളെ നഷ്ടമായ അനീഷിനും സൈനയ്ക്കും ഇനിയുള്ള ജീവിതം വാക്കുകളിൽ വിവരിക്കാൻ പറ്റുന്നതല്ല. അതിജീവനം എങ്ങനെ എന്ന ഇവരുടെ ചോദ്യത്തിന് കൂടെയുണ്ട് എന്ന ഉറപ്പുകൾക്ക് ആശ്വാസം നൽകാനും ആകില്ല. ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ ചൂരൽമലയിൽ നിന്നും ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ ഒരു കുടുംബത്തോടൊപ്പമാണ്. അവർ അവരുടെ സഹോദരിയുടെ അടുത്താണുള്ളത്. അനീഷേട്ടനും വൈഫും. അവർ ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെ പ്രിയപ്പെട്ടതൊക്കെ ആ ദുരന്തത്തിൽ ഇല്ലാതെയായി. ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രം. അത്രേ ഉള്ളൂ. ചുരമലയിൽ നിന്ന് ഒരു കിലോമീറ്റർ കറക്റ്റ് എൻ്റെ വീട്ടിലേക്ക്. എല്ലാ മഴയത്തും ഞാനിവരെ കൽപ്പറ്റയ്ക്ക് ഭാര്യനെയും കുട്ടികളെയും എല്ലാവരും ഞാൻ കൽപ്പറ്റയിലേക്ക് അവരെ അമ്മേൻ്റെ വീട്ടിലേക്ക് അയക്കലാണ്. പക്ഷേ ഈ പ്രാവശ്യം അത് പറ്റിയില്ല. നമുക്കത് അതിനുള്ള ഒരു സമയം കിട്ടിയില്ല. 7 പേരുണ്ടായിരുന്നു വീട്ടിൽ. 7 പേരിൽ രാത്രി സമയം കറക്റ്റ് അറിയില്ല. ഇത് സംഭവിക്കുന്നതിൻ്റെ മുമ്പ് ചെക്കന് ഇതേപോലെ തലയൊക്കെ വേർത്തിട്ട് ഞാനൊന്ന് അവിടെയുള്ള ബുക്ക് എടുത്തൊന്ന് വീശി കൊടുത്ത് ലൈറ്റ് ഇട്ട് നോക്കിയ സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു. ആ സമയത്ത് കറണ്ട് ഇല്ലാണ്ട് സമയം എനിക്ക് കറക്റ്റ് നോക്കാൻ പറ്റിയില്ല. ഞാൻ മൊബൈൽ അടുത്ത് വെക്കല്ല, റൂമിൽ വെക്കല്ല. ചെറിയൊരു ഗുഡ്സ് റൂമിലാണ് കിടക്കൽ. അപ്പോൾ 2 പേര് കിടക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേർക്കും. അപ്പോൾ അവൻ്റെ തലയൊക്കെ വേർത്തിട്ട് ഞാൻ ഇങ്ങനെ അവിടെ കിടക്കുന്ന ബുക്ക് എടുത്ത് ഇങ്ങനെ വീശി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും എന്നെ കുട്ടീനെ കിടത്തിയിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് പുഴയിൽ കൂടെ പൊയ്ക്കോളും, നീ കിടന്നോന്ന് പറഞ്ഞിട്ട് നീ പുതപ്പെടുത്ത് മേലിലിട്ടതേ ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്കും മൊത്തത്തിൽ വെള്ളം വന്ന് വീടും മൊത്തം അടിച്ചിട്ട് പോയി. ഇത് വെള്ളം മാത്രമല്ല, ശരിക്കും ഞങ്ങളൊരു ചള്ളി കുഴച്ചൊരു അതിലൂടെയാണ് ഇങ്ങനെ കിടന്ന് കറങ്ങി കുറേ ദൂരം കറങ്ങി. അതിൻ്റെ ഇടയിൽ ഈ കല്ലും മണ്ണും മരക്കഷ്ണങ്ങളൊക്കെ വന്ന് അടിച്ച് ഞങ്ങളൊരു മൂലയിൽ കൊണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് എഴുന്നേറ്റതും എനിക്ക് തലയിലൊക്കെ കല്ലൊന്ന് അടിച്ചിട്ട് എനിക്കൊരു ഇത് കിട്ടണില്ല. നമ്മൾ കിടന്ന സ്ഥലമല്ല ഇതൊക്കെ സംഭവിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തി എന്നുള്ളൊരു ഇതിലാണ്. അപ്പം നമുക്ക് ഏതിലാണ് പോകേണ്ടതെന്ന് അറിയണില്ല. ഒരു 5 സെക്കൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പരന്നുപോയി, മൊത്തം ഫുള്ളായിട്ട് പരന്നുപോയി. എല്ലാം മുകളിലുള്ള ഏട്ടൻ പറഞ്ഞ് ഏട്ടൻ പൊട്ടുന്നുണ്ട്, എന്തോ ഒരു സൗണ്ട് ഉണ്ട്, കല്ലിങ്ങനെ ഞെരങ്ങാണ്. അതായത് പൊട്ടി വരികയല്ലേ, ഇത് വെള്ളം ഇങ്ങനെ ലോഡായി നിന്നിട്ട് അപ്പൊ അത് തള്ളിയിട്ട് വരുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. അതായത് ഇങ്ങനെ പാറ തമ്മിൽ വരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓടിക്കോന്ന് പറഞ്ഞു. ഓടിക്കോന്ന് പറയണതിന്റെ ഇടയിൽ അപ്പത്തേക്കും ഓടിക്കോന്ന് പറയുമ്പോഴത്തേക്കും വെള്ളം വന്നു. ഇവൻ ജീപ്പിന്റെ മുകളിൽ കൂടെ എടുത്ത് ചാടി മുകളിൽ കൂടെ കയറിപ്പോയി. ഏട്ടനും മുകളിൽ കൂടെ കയറിപ്പോയി. അപ്പൊ എന്റെ ചേച്ചീന്റെ മോൻ ലാസ്റ്റായിട്ട് അവരോട് പറഞ്ഞു, മാമ എന്നെയും കൂടി കൊണ്ടുപോ എന്ന് മാത്രമേ പറഞ്ഞു. ഓക്കെ, അവനെ പിടിക്കാൻ പറ്റൂല. ഒരു 2 സെക്കൻഡിൽ ഇതിൽ 2 പേരും കഴിച്ചില്ലായത്. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചു നേരം കൂടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങളും അതേപോലെ
പോകുമായിരുന്നു. എന്നാ പിന്നെ ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. ഇപ്പോഴും ചെവിയിൽ കേൾക്കുക, അമ്മായി പോവല്ലേ, മാമ പോവല്ലേ, രക്ഷിക്കെന്ന് പറയുന്ന ഇങ്ങനെ ചെവിയിൽ കേട്ടുകൊണ്ടേ ഇരിക്കുക. പിന്നെ നടുത്തവൻ അച്ചാന്ന് വിളിച്ചു, ആ ഒരു വിളിയെ കേട്ടുള്ളൂ. പിന്നെ ഞാൻ വിളിക്കുന്നുണ്ട്, നന്ദു, ഷാനെ, തേജു എന്നൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരാളും മിണ്ടുന്നില്ല. ചോറൊക്കെ തിന്ന് സന്തോഷമായിട്ട് കിടന്നതാ. പിന്നെ മക്കളെ കണ്ടില്ല. അവരെ കണ്ടെത്താൻ കഴിഞ്ഞോ? പിന്നെ ഇല്ല, അവരെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളെ മക്കളെ ആൺകുട്ടികളാണ്, 3 ആൺകുട്ടികളാണ്, ഭാഗ്യാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇങ്ങനൊരു ഭാഗ്യാണ് കിട്ടിയതെന്ന് അറിഞ്ഞില്ല. അച്ഛൻ അവരെ ഹീറോ ആയിരുന്നു. അച്ഛൻ രക്ഷിക്കും മക്കൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കണ്ണ് കാണുന്നില്ല, അടിച്ചടിയിൽ ഈ ഭാഗം മൊത്തം പോയി, ഒന്നും കാണാൻ പറ്റിയില്ല. മക്കളെ പോലൊന്നും ആ കട്ടിലിൽ കിടക്കുന്ന മക്കളെ കൈ പോലും പിടിക്കാൻ ഞങ്ങൾക്കുള്ളൊരു അവസരം ദൈവം തന്നില്ല. ഒച്ച വരുമ്പോഴത്തേക്കും എന്താ ഏട്ടാ ഒച്ചാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അടി വീണു. മക്കളെടുക്കാനോ അവരൊന്ന് പിടിക്കാനോ ഒന്നിനും പറ്റിയില്ല. പിന്നെ പോയിരുന്നോ? ഞാൻ ഒരു വട്ടം പോയി, ഒരു പ്രാവശ്യം പോയി. അവിടെ എനിക്കിനി ബാക്കിയായിട്ട് ഞങ്ങൾ അവസാനമായിട്ട് പുറച്ചൊരു പുതപ്പിന്റെ ഒരു കഷ്ണം കിട്ടി. അപ്പൊ അത് ഞാൻ എടുത്തു കൊണ്ടത്. ചേച്ചിന്റെ മോന് ഞാനൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിന്റെ മോൻ അതെടുത്ത്, അത് മാത്രമേ അവിടെ ബാക്കിയായിട്ടുള്ളൂ. നമുക്കിവരുടെ ആ വേദന മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ഇവർക്കൊപ്പം നിൽക്കാം. അവർക്ക് എന്ത് വേണമെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് എങ്ങനെയാണോ സഹായം ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം. വെള്ളാർമല GHSലെയും മുണ്ടക്കൈ LP സ്കൂളിലെയും കുട്ടികൾ സെപ്റ്റംബർ 2 തിരികെ ക്ലാസ് മുറികളിൽ എത്തും. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉള്ള കൗൺസിലിംഗ് ക്യാമ്പ് മേപ്പാടിയിൽ പുരോഗമിക്കുകയാണ്. വലിയ ദുരന്തം ഏറ്റുവാങ്ങിയതിൻ്റെ 1 മാസം പിന്നിടുമ്പോൾ വെള്ളാർമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും അതുപോലെ മുണ്ടക്കൈ LP സ്കൂളിലെയും കുട്ടികൾ 2-ാം തീയതി മുതൽ വീണ്ടും സ്കൂളിൻ്റെ മുറ്റത്തേക്ക് നടന്നു വരികയാണ്. പക്ഷേ അവർ ഇതുവരെ പഠിച്ച വെള്ളാർമല സ്കൂളിൻ്റെയും മുണ്ടക്കൈ സ്കൂളിൻ്റെയും മുറ്റത്തേക്കല്ല, മറിച്ച് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച പുതിയ ക്ലാസ് മുറികളിലേക്കാണ് അവർ കടന്നു വരുന്നത്. അവർ ജീവിതത്തിൽ ആദ്യമായി കണ്ട ഈ ഒരു ഭീകരതയുടെ ദൃശ്യം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകാം. അതിൽ നിന്നും അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്. ഷൈൻമോൻ സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്? പ്രത്യേകിച്ച് അവർ 2-ാം തീയതി വരുന്നത് മറ്റൊരു വിദ്യാലയത്തിലേക്കാണ്, അവർ ഇതുവരെ പഠിച്ച സ്കൂളിലേക്കല്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവരെ സംബന്ധിച്ചുണ്ടാകാം, മറിച്ച് അതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ ദുരന്തം നേരിട്ടതാണ്. അത് അവരുടെ കൺമുന്നിൽ ഇപ്പോഴും ഉണ്ടാകാം, കാരണം അവർ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് കണ്ടത്. എങ്ങനെ നമുക്ക് അവരെ മോചിപ്പിച്ചെടുക്കാനാകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്? ഈ ദുരന്തം ഉണ്ടായ സമയം മുതൽക്ക് തന്നെ മേപ്പാടി സ്കൂള് ക്യാമ്പായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഇനി അങ്ങോട്ട് ഈ വെള്ളാർമല സ്കൂളിനെയും മുണ്ടക്കൈ LP സ്കൂളിനെയും നമ്മൾ എവിടെ പുനരധിവസിപ്പിക്കും എന്നത് ചർച്ചാ വിഷയമായപ്പോൾ അത് മേപ്പാടി സ്കൂളിൽ തന്നെ താൽക്കാലിക സംവിധാനം ഒരുക്കാൻ കഴിയുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ അവിടെ ഉണ്ടെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ 2 സ്കൂളിനും വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങളും അതുപോലെ അധ്യയനം തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. 3 ദിവസം നീണ്ടുനിന്ന ഒരു മോഡ്യൂൾ പ്രിപ്പറേഷനാണ് നടത്തിയിട്ടുള്ളത്. അതായത് അതിനകത്ത് കുട്ടികളുണ്ടായിരുന്നു, കുട്ടികളുടെ പ്രതിനിധികളുണ്ടായിരുന്നു, രക്ഷകർത്താക്കളുടെ പ്രതികളുണ്ടായിരുന്നു, വിദ്യാഭ്യാസ വിദഗ്ധരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുട്ടികളെ അവരുടെ അധ്യയന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ അധ്യാപകരാണ് വെള്ളാർമല സ്കൂൾ. ഇപ്പോൾ നിലവിൽ കുട്ടികൾ ഓക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ സ്കൂൾ മാറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായും കുട്ടികൾക്ക് ഉണ്ടാവില്ല? ഉണ്ട്, കുട്ടികൾക്കുണ്ട്. കാരണം നടന്നു പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ ഇനി ബസ്സിലാണ് വരുന്നത്. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ചിതറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എവിടെയാ സ്ഥലം? ഞങ്ങൾ മുണ്ടക്കൈയാണ്. ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഇപ്പോൾ കോട്ടവയലാണ്. കോട്ടവയൽ ഒരു ഹോം സ്റ്റേ ഇട്ടിട്ടുണ്ട്. ഹോം സ്റ്റേയിലാണ്. ഇപ്പോൾ എന്താണ് കുട്ടികളൊക്കെ പറയുന്നത്? ഇപ്പോൾ 2-ാം തീയതി സ്കൂളിലേക്ക് വരികയാണ്, വേറെ സ്കൂളിലേക്കാണ് വരുന്നത്. എന്താണ് കുട്ടികളൊക്കെ പറയുന്നത്? കുട്ടികൾ പറയുന്നത് അവരിപ്പോൾ അവരുടെ സ്കൂൾ എന്തായാലും മിസ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ
പിന്നെ അവർ അധ്യാപകരാണ് എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട് പിള്ളേർക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ മക്കള് അവരെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതിന്റെ വിഷമം അതും ഉണ്ട്. ഞങ്ങൾ ചൂരൽമല ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? തിനപുരം നല്ലന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്താണ് കുട്ടികളൊക്കെ പറയുന്നത്? സ്കൂൾ തുടങ്ങാൻ പോവാണ്, എന്താ പറയുന്നത്? കുട്ടികൾ പറയണത് അവരെ സ്കൂൾ ഏതായാലും മിസ്സായി, ഇപ്പൊ മേപ്പാടിയാണല്ലോ. അപ്പോൾ അവരെ സ്കൂളിൽ അവരെ ടീച്ചർ അവരെ കുട്ടികൾ അങ്ങനെയാണ് മോക്ക് താല്പര്യം. പക്ഷെ നമ്മളെ നല്ലന്നൂർ കുറേ ഉള്ളോട്ടായതുകൊണ്ട് 2.5 കിലോമീറ്റർ പോകണം തിരുവനന്തപുരത്ത് നിന്ന് നല്ലന്നൂർക്ക്. അപ്പോൾ മോക്ക് ഒരു സ്കൂളിലേക്ക് വരാനൊരു ബുദ്ധിമുട്ടുണ്ട്. അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ഞങ്ങളുടെ കുട്ടികളെ ആ വലിയ ദുരന്തത്തിൽ ബാക്കിയായവരെ ചേർത്തു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 1 മാസം പിന്നിടുമ്പോൾ ഇനി നമുക്ക് എല്ലാവരെയും ചേർത്തു പിടിക്കുന്നത് പോലെ ഈ കുട്ടികളെയും കൈപിടിച്ചുയർത്താനുമുള്ള ശ്രമമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ മേപ്പാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മേപ്പാടി ദുരന്ത മേഖലയിൽ ആദ്യ ദിനം മുതൽ കർമ്മനിരതർ ആണ് വൈറ്റ് ഗാർഡ് വോളണ്ടിയർമാർ. ആദ്യ ആഴ്ചകളിൽ തെരച്ചിലിൽ ആയിരുന്നു കൂടുതൽ പേർ എങ്കിൽ ഇപ്പോൾ അവർ ദുരിതബാധിതർക്ക് വീടൊരുക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങളിലും സജീവമാണ്. മേപ്പാടിയിലെ ദുരന്തമുണ്ടായ അന്ന് മുതൽ നമ്മൾ കാണുന്നതാണ് വിവിധ സംഘടനകൾ സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത്. രാവും പകലും നോക്കാതെ ഭക്ഷണവും വിശ്രമവും ഇല്ലാതെ അവർ നിതാന്തം ഈ ഒരു നാടിനൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മേപ്പാടിയിലാണ്. ഇവിടെ വൈറ്റ് ഗാർഡ് വളണ്ടിയേഴ്സ് ഇവിടെ വാടകയ്ക്ക് താമസിക്കാനുള്ള ഒരു കുടുംബത്തിന് വേണ്ടി ഈ വീട് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് പെയിന്റ് ചെയ്ത് അവർക്ക് താമസയോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ വൈറ്റ് ഗാർഡ് നടത്തുന്നത്. കാരണം ഇത് കുറച്ച് ദിവസമായി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. അപ്പോൾ ദുരന്തത്തിലെല്ലാം നഷ്ടമായാൽ ഒരു കുടുംബത്തിന് ഇത് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ വീട് വൃത്തിയാക്കുക അല്ലേ? നമ്മളിത് ഇന്നത്തോടെ തീരില്ല. കാരണം നന്നായിട്ട് ഒരു വൃത്തിയാക്കാനുണ്ട്. ഇതിൽ കുറെ താമസമില്ലാതെ കുറെ ദിവസം കിടന്ന വീടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ നന്നായി വൃത്തിയാക്കാനുണ്ട്. തന്നെയല്ല അവർക്ക് കുടിവെള്ളം കുടിക്കാനോ കിണറൊക്കെ ആകതായി കിടക്കുകയാണ്. കിണർ ശുചീകരിക്കാനുണ്ട്. പിന്നെ അതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. ഒരുപാട് പണികളുണ്ട്. ഇപ്പോൾ പെയിന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അവരവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വൈറ്റുകാരുടെ പ്രവർത്തകർ പെയിന്റ് അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സേവനം നമുക്കറിയാം. ദുരന്തം ഉണ്ടായ അന്ന് മുതൽ തെരച്ചിലാവട്ടെ എല്ലാ മേഖലയിലും വൈറ്റ് ഗാർഡ് ഇപ്പോഴും നിൽക്കുന്നതാണ്. ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിട്ട് 1 മാസം തികയുമ്പോൾ ഈ താമസിക്കാനുള്ള വീടുകൾ ഒരുക്കുന്നതിലും നിങ്ങളെ സേവനം തുടരുകയാണ് അല്ലേ? ഞങ്ങളിപ്പോൾ 32ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 80ഓളം ഞങ്ങൾ വൈറ്റുകാരുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ചെയ്യുന്നത് വീടുകൾ ക്ലീനായി കൊടുക്കേണ്ട ഒരു ഭാഗം. കുറച്ച് ആളുകൾ നമ്മളെ ഈ വെള്ളാർമല സ്കൂൾ നമ്മളിതിൽ ഈ ഉരുൾപൊട്ടൽപ്പെട്ട സ്കൂളുണ്ട്. ആ സ്കൂളിലെ ബെഞ്ചും ഡെസ്കും അവിടെ നല്ലതാണ്. അത് മേപ്പാടി സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ടീമുണ്ട്. അത് ഇറക്കാൻ കുറേ ടീം പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് കടകൾ ശുചീകരിക്കാൻ വേണ്ടി കുറേ ടീം അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും ഞങ്ങൾ ഓടിപ്പാഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ എത്ര ദിവസം ഈ വൈറ്റ് ഗാർഡിന്റെ സേവനം ഇവിടെ ഉണ്ടാവും എന്നാണ് ഇപ്പോഴും ആലോചന? ഞങ്ങൾ ഇപ്പോൾ പിന്നെ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾ എന്ന് ഹാപ്പിയാകുന്നു അതുവരെ ഞങ്ങൾ അവരോട് കൂടെ ഉണ്ടാവും. അവരെ മഹാദുരന്തം 30 ദിവസം പിന്നിടുമ്പോൾ പരസ്പരം ചേർത്തുപിടിക്കാൻ എല്ലാവരും ഉണ്ട് എന്നതാണ് ആകെയുള്ള ആശ്വാസം. ദുരന്തത്തിൽ ഏക ജീവിത ഉപാധിയായി ജീപ്പ് നഷ്ടപ്പെട്ട ചൂരൽമലയിലെ അനീഷിന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി പകരം ജീപ്പ് കൈമാറി. വലിയ ദുരന്തത്തിന് 30 നാളുകൾ പിന്നിടുമ്പോൾ എല്ലാവരും ചേർത്തുപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് മനസ്സിന് അല്പമെങ്കിലും സന്തോഷം പകരുന്നത്. നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായതിന്റെ തുടക്കം മുതൽ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം പ്രവർത്തകർ ഈ ദുരന്തബാധിതർക്കൊപ്പം അന്നും ഇന്നും എപ്പോഴും വളരെ ശക്തമായിട്ടുണ്ട്. നമ്മോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും സെക്രട്ടറി വി കെ സനോജും അടക്കമുള്ള എല്ലാവരുമുണ്ട്. ഇന്ന് ഈ ഒരു ദുരന്തത്തിന്റെ ഈ 30 ദിവസം പിന്നിടുമ്പോൾ ഒരു വലിയൊരു കർമ്മവുമായി ഒരു ജീപ്പ് നഷ്ടപ്പെട്ട, നമുക്കറിയാം 900 കണ്ടിയിലേക്ക് ജീപ്പ് സർവീസ് നടത്തി അത് ഉപജീവനമായിക്കൊണ്ട് ചൂരൽമലയിൽ ജീവിച്ചിരുന്ന അനീഷിന്റെ ആ നഷ്ടപ്പെട്ട ജീപ്പിന് പകരമായി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി മറ്റൊരു ജീപ്പ് കൈമാറുന്ന ഒരു ചടങ്ങിലാണ്. സന്തോഷകരമായ ഈ വലിയ ദുരന്തത്തിന്റെ സങ്കടകരമായ അവസ്ഥക്കിടയിലും ചെറിയൊരു സന്തോഷം പകരുന്ന കാഴ്ചകളാണുള്ളത്. നമ്മോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ്, നമുക്കറിയാം തുടക്കം മുതൽ തന്നെ താങ്കളടക്കമുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കളും പ്രവർത്തകരും സജീവമായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എത്തിയത് എന്തുകൊണ്ടാണ്? എങ്ങനെ നമുക്ക് ഈ ഒരു നല്ല പ്രവർത്തനങ്ങളെ കാണാം? ഞങ്ങൾ ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ ഉള്ള സ്ഥലത്ത് ഓടിയെത്തുക, ഇങ്ങനെയുള്ള ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തകരായി ഞങ്ങളാൽ കഴിയുന്ന സഹായവുമായി എത്തുക എന്നുള്ള ഒരു രീതി ഡിവൈഎഫ്ഐക്കുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഏറ്റവും സജീവമായിട്ട് അത്യാവശ്യം ട്രെയിനിങ് ഉൾപ്പെടെ കിട്ടിയ ആളുകളുണ്ട്. അപ്പോൾ തുടക്കം മുതൽ ഞങ്ങൾ ഈ രംഗത്തുണ്ട്. ആദ്യം 25ൽ കുറയാത്ത വീട് പ്രഖ്യാപിച്ച സംഘടന ഞങ്ങളാണ്.
അന്ന് തന്നെ നിങ്ങൾക്കറിയാം, ആ ദിവസം തന്നെ സാധന സാമഗ്രികളുമായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് കയറുകയുണ്ടായി. പിന്നെ ഗവൺമെന്റ് പറഞ്ഞ സമയത്ത് കലക്ട്രേറ്റുകളിലേക്ക് സാധന സാമഗ്രികൾ കൊടുത്തു. ഗവൺമെന്റ് വയനാട് പുത്തുമല ദുരന്തഭൂമിയിലെ ലയങ്ങളിൽ കഴിയുന്ന 25 തോട്ടം തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസം എവിടെയും എത്തിയില്ല. 2019 ഉരുൾപൊട്ടലിൽ ഭൂമി നഷ്ടമായവർക്ക് പകരം ഭൂമി നൽകാനും കഴിഞ്ഞിട്ടില്ല. ദുരന്ത സാധ്യതയുള്ള പ്രദേശത്താണ് തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. ശക്തമായ ഉരുൾപൊട്ടലിൽ 17 പേരാണ് പുത്തുമലയിൽ മരിച്ചത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 58 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. നിരവധി ആളുകൾക്ക് ഭൂമിയും നഷ്ടമായി. പുത്തുമല ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ എസ്റ്റേറ്റ് ലയങ്ങളിൽ 25 തൊഴിലാളി കുടുംബങ്ങൾ ഏറെ ഭയത്തോടെയാണ് ഇപ്പോൾ കഴിയുന്നത്. പുത്തുമലയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായാൽ ജീവൻ അപകടത്തിലാകുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ഓരോ മഴ വരുമ്പോഴും ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ദുരന്തഭൂമിയിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഈ ദുരന്തഭൂമിയിൽ നിന്ന് ഞങ്ങളോട് മാറി താമസിക്കാനാണ് പറയുന്നത്. ഞങ്ങൾ എങ്ങോട്ട് പോവാൻ ഈ പറയുന്നവർക്ക് അറിയില്ല. ഇവർക്ക് വീടില്ല. വീട് ഞങ്ങൾക്ക് വെക്കാനുള്ള സ്ഥലം നഷ്ടമായിട്ടാണ് ഇപ്പോഴും ഞങ്ങൾ ഇവിടെ വാടക കൊടുത്ത് ഞങ്ങൾ നിൽക്കുന്നത്. ഈ മാറി നിൽക്കുമ്പോൾ മക്കളെ പഠനം അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ താമസിക്കുന്നത്. ഒരുപാട് ഞങ്ങൾ സർക്കാർ ഓഫീസുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി, എന്നിട്ടും ഒരു പരിഹാരം ഇതിനുണ്ടായിട്ടില്ല. വീടുകളിൽ കഴിഞ്ഞിരുന്ന നാമമാത്രം കുടുംബങ്ങളെ മാത്രമാണ് പൂത്തക്കൊല്ലിയിൽ പുനരധിവസിപ്പിച്ചത്. തൊഴിലാളികൾ വിലയ്ക്ക് വാങ്ങിയ 6 സെന്റ് മുതൽ 16 സെന്റ് വരെ ഭൂമി ഉരുൾപൊട്ടലിൽ അന്ന് ഒലിച്ചുപോയിരുന്നു. ദുരന്തഭൂമിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും വീടോ സ്ഥലമോ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളിവിടെ 9 കുടുംബങ്ങളാണുള്ളത്. 7 കുടുംബങ്ങൾ സ്ഥലം മാത്രം നഷ്ടപ്പെട്ടവരും, 2 കുടുംബം വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരും. വീട് നഷ്ടപ്പെട്ടിട്ടില്ല, വീട് വാസയോഗ്യം അല്ലാത്ത വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാവരും വാടകക്കാണ്. 5 വർഷമായി ദുരന്തം കഴിഞ്ഞിട്ട് ഇന്ന് വരെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ഈ സ്ഥലം പോയവർ. ഭൂമി നഷ്ടമായവർക്ക് പകരം ഭൂമി നൽകുമെന്ന വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ലെന്ന് എസ്റ്റേറ്റ് തൊഴിലാളികൾ പറയുന്നു. മലയടിവാരത്ത് നിന്ന് തൊഴിലാളി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായതുമില്ല. ദുരന്ത സാധ്യത ഡെമോക്ലസിന്റെ വാളുപോലെ പുത്തുമലയിലെ തൊഴിലാളികളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. 5 വർഷം മുമ്പ് ഇതുപോലൊരു മഴക്കാലത്താണ് പുത്തുമല പൊട്ടിയൊഴുകി 17 ജീവനുകൾ കവർന്നത്. എന്നാൽ എസ്റ്റേറ്റുകളിൽ കഴിയുന്ന തൊഴിലാളികളുടെ പുനരധിവാസം മാത്രം എവിടെയും എത്തിയില്ല. ഇപ്പോഴും ഏതു നിമിഷവും വേണമെങ്കിലും ഇനിയും ഉരുൾപൊട്ടലുണ്ടാകാം. പക്ഷേ ഇവരെ മാത്രം ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചില്ല. സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പിടിപ്പുകേടിൻ്റെ ഉദാഹരണമാണ് പുത്തുമല. വയനാട്ടിലെ പുത്തുമലയിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.